ഫോർമൽ ട്രൗസർ സ്കിൻ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ടൈലർ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ടൈലർമാരുടെ അടുത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യം പറയാം അവരോട്. നിങ്ങൾക്ക് ആ ഫോർമൽ ട്രൗസർ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഫോർമൽ ട്രൗസർ ഉപയോഗിക്കുന്ന നേരത്ത് ചെയ്യേണ്ട ചെറിയൊരു കാര്യം, സ്കിൻ ചെയ്യുന്ന നേരത്ത് ചെയ്യേണ്ട ചെറിയൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഒരു പാൻറ് അതിൻ്റെ ലെങ്ത് കുറച്ചിട്ട് നാരോ ചെയ്യുന്നെങ്കിൽ എന്നുള്ളതാണ്. ഫോർമൽ പാൻറ്റാണ്. ഇതിൻ്റെ അടിഭാഗം കണ്ടോ, ഏകദേശം 17 ഇഞ്ച് ഉണ്ട്. ഇത് 8 ഇഞ്ച് 17 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നാരോ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പാൻറ്റിന് ആക്ച്വലി കസ്റ്റമർക്ക് വേണ്ടത് 35.5 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ 35 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് അടിയിൽ നമുക്ക് ഫോൾഡിൽ അടിക്കാനുള്ള അളവ് ഒരു 2 ഇഞ്ച് ഇടുന്നുണ്ട്. അപ്പോൾ 37. നമ്മൾ 37 ഇത് കട്ട് ചെയ്യാൻ പോവാം. നമുക്കിതിൻ്റെ അടിയിലെ അളവിന് വേണ്ടത് ഏകദേശം 13 ഇഞ്ചാണ് ഇയാൾക്ക് അടിയിൽ ബോട്ടത്തിൻ്റെ ലൂസ് വേണ്ടത്. അപ്പോൾ 13 ഇഞ്ച് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ 13 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സൈഡ് മാത്രമായിട്ട് പിടിക്കരുത്. ഒരു സൈഡ് മാത്രമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററോട്ട് മാറും. ഫോർമൽ പാൻറ് എപ്പോഴും നമ്മൾ 2 സൈഡ് പിടിക്കാൻ ബോട്ടം നാരോ ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് ആ 13 ഇഞ്ചിന് 6 വേണ്ടത്. അപ്പോൾ നമ്മുടെ 6 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ഇതിൻ്റെ ഏതാണ്ട് എത്ര എക്സ്ട്രാ തുമ്പുള്ള 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിൽ ഓരോ ഇഞ്ച് പിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത്, ഇനി 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ലൈൻ ഇട്ട് കൊടുക്കാൻ പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അടിഭാഗത്തിട്ടല്ലോ ഒരു 3 ഇഞ്ചെങ്കിലും നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രൈറ്റ് ആയിരിക്കണം വീതി. എന്നാലും നമുക്ക് മടക്കിയെടുക്കാൻ ഈസി ആവുള്ളൂ. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് വെച്ചിട്ട് കുറച്ച് ദൂരം വരച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഇത് വളഞ്ഞ സ്കെയിൽ വെച്ചിട്ട് ഇതാ ഇതിലോട്ടൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു സൈഡ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതേ സൈഡ് മാതിരി ഈ സൈഡിലും നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമ്മൾ ഇവിടുത്തെ സ്റ്റിച്ചില്ലേ, ഈ സ്റ്റിച്ചിൽ നിന്ന് ഉള്ളിലോട്ട് 1 ഇഞ്ച് വെക്കുന്നുണ്ട്. നമ്മൾ 1 ഇഞ്ച് ഇവിടെയും അടിഭാഗത്ത് കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരച്ചിട്ട് പിന്നെ നമ്മൾ ചെരിഞ്ഞ ബോഡിയിലോട്ട് പഴയ സ്റ്റിച്ചിലോട്ട് വളഞ്ഞ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിച്ചിലൂടെ ഇതിലൂടെ കറക്റ്റ് സ്റ്റിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അടി നമ്മൾ 2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നാരോ ആയിട്ട് കിട്ടും ബോട്ടം. നമ്മൾ കറക്റ്റ് നേരത്തെ വരച്ച ലൈനിലൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇതെന്ത് ചെയ്യുക, അടിഭാഗം നമ്മൾ 2 ഇഞ്ച് തുമ്പിട്ടിരുന്നു. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ മടക്കിയടിക്കാം. നമ്മളെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി നന്നായി അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. കണ്ടോ, നമ്മൾ കറക്റ്റായിട്ട് നാരോ ചെയ്തിട്ടുണ്ട്. ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.